നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ബ്ലഡ് വേഴ്സ് പ്ലാസ്മ ക്ലിയറൻസ്. എങ്ങനെയാണ് പ്ലാസ്മ ക്ലിയറൻസ് നടക്കുന്നതെന്നാണ് നമ്മളിനി നോക്കുന്നത്. നമ്മൾ ഡയലൈസറിലൂടെ പാർട്ടിക്കിൾസ് പാസ് ചെയ്ത് പോകും. അതായത് ബ്ലഡ് ആയാലും ഡയലൈസേറ്റ് ആയാലും അക്രോസ് ആയിട്ട് അത് മൂവ് ചെയ്ത് പോകുമ്പോൾ സൊല്യൂട്ട്സ് ഈസിലി റിമൂവ് ചെയ്യപ്പെടുന്നുണ്ട്. പ്ലാസ്മയിൽ നിന്ന് മാക്സിമം സൊല്യൂട്ട്സും റിമൂവ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബ്ലഡ് സെൽസിലുള്ള സൊല്യൂട്ടും എന്ത് ചെയ്യുന്നുണ്ട്, സെമി പെർമിയബിൾ മെംബ്രെയിൻ ത്രൂ അത് ഡയലൈസേറ്റിലേക്ക് മൂവ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പൊ ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ അതിൽ കുറവായിരിക്കും, കുറഞ്ഞു വരും. ഡയാലിസിസ് ചെയ്യുന്നതിനനുസരിച്ച് ഹെമറ്റോക്രിറ്റിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് വരും. അതായത് RBC, ഇമ്മച്ചുർ ആയിട്ടുള്ള RBCയുടെ വോളിയം കൂടി വരുന്നത് നമുക്ക് കാണാം. ഈ സൊല്യൂട്ടിന്റെ മെഷർമെന്റ് ആണ് നമ്മൾ ഡയാലിസിസിന്റെ എഫിഷ്യൻസി നോക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. എത്ര സൊല്യൂട്ട് ക്ലിയറൻസ് സംഭവിച്ചു, അതായത് കൂടിയ അളവിൽ സൊല്യൂട്ട് ക്ലിയറൻസ് നടന്നു എന്നാൽ അത് നമ്മുടെ ഡയാലിസിസിന്റെ എഫിഷ്യൻസി ആണ് അത് കാണിക്കുന്നത്. യൂറിയ എറിത്രോസൈറ്റ് ഒക്കെയാണ് എന്താണ് അതിൽ നിന്ന് ഈസിലി ആയിട്ട് ക്ലിയർ ചെയ്ത് പോകുന്നത്. ഡയാലിസിസ് ചെയ്യുമ്പോൾ ഇതിന്റെ മൂവ്മെന്റ് ഇത് വളരെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോ ക്ലിനിക്കൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഡയാലിസിസ് യൂറിയ ക്ലിയറൻസ്, അതായത് ബ്ലഡിൽ നിന്ന് യൂറിയ ക്ലിയറൻസ് നടക്കുന്നതിനെ എഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അത് എന്തെല്ലാമാണെന്നാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. അതിലാദ്യം വരുന്നതാണ് ബ്ലഡ് ഫ്ലോ റേറ്റ്, നമ്മൾ QB എന്ന് പറയും. അതുപോലെ ഡയലൈസേറ്റിന്റെ ഫ്ലോ റേറ്റ് QD എന്ന് പറയും. മെംബ്രെയിൻ എഫിഷ്യൻസി, അതായത് ഡയലൈസർ അല്ലെങ്കിൽ പെരിട്ടോണിയൽ മെംബ്രെയിന്റെ എഫിഷ്യൻസി, അതാണ് മൂന്നാമതായിട്ട് വരുന്നത്. ഈ 3 ഫാക്ടേഴ്സ് ആണ് മെയിൻ ആയിട്ട് യൂറിയ ക്ലിയറൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഫാക്ടേഴ്സ്. അതിൽ നമ്മൾ ബ്ലഡ് ഫ്ലോ റേറ്റും ഡയലൈസേറ്റ് ഫ്ലോ റേറ്റും പറഞ്ഞു. ബ്ലഡ് ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ QB, അതെങ്ങനെയാണ് അതിൽ ക്ലിയറൻസ് നടക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. യൂറിയ ക്ലിയറൻസും QBയും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. യൂറിയ ക്ലിയറൻസ് കൂടുന്നത്, അതായത് നമ്മുടെ ബ്ലഡ് ഫ്ലോ റേറ്റ് കൂടുന്നതിനനുസരിച്ച് യൂറിയ ക്ലിയറൻസും കൂടി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ യൂറിയ ക്ലിയറൻസ് കൂടുമ്പോൾ ബ്ലഡ് ഫ്ലോ റേറ്റും കൂടും. അതായത് ബ്ലഡ് ഫ്ലോ റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, യൂറിയ ക്ലിയർ ആയിട്ട് നമുക്ക് എടുക്കാം. യൂറിയനെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം എന്നാണ് പറയുന്നത്. ഇപ്പൊ യൂറിയ റിമൂവ്ഡ് നമ്മൾ പെർസെൻറ്റേജിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. നമ്മൾ അതിന്റെ യൂണിറ്റ് വരുന്നത് പെർസെൻറ്റേജ് ആണ്. നമ്മൾ ഇൻഫ്ലോ ഡയലൈസറിലേക്ക് ഇൻഫ്ലോ നോക്കുകയാണെങ്കിൽ യൂറിയയുടെ അളവ് കുറവായിരിക്കും. വെൻ ഔട്ട്ഫ്ലോയിലാണ് അതിന്റെ കൂടുതലായിട്ട് വരുന്നത്. അതാണ് ബ്ലഡ് ഫ്ലോ റേറ്റ് പറയുന്നത്. ഇനി ഡയലൈസറിന്റെ ഫ്ലോ റേറ്റ് എന്ന് പറയുമ്പോൾ QDയും ഇതുപോലെ ഡയലൈസറിന്റെ ഫ്ലോ റേറ്റ് കൂടുമ്പോഴും യൂറിയ ക്ലിയറൻസ് കൂടും. നമുക്ക് ഡയലൈസറിന്റെ ഫ്ലോ റേറ്റ് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് യൂറിയ ക്ലിയറൻസ് കൂട്ടാൻ പറ്റും. ഹൈ എഫിഷ്യന്റ് ആയിട്ടുള്ള ഡയലൈസേഴ്സ് ആണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത്. അത് യൂറിയ പെട്ടെന്ന് ക്ലിയർ ചെയ്യുന്ന തരത്തിലുള്ള ഡയലൈസേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ പ്രിൻസിപ്പിൾ ആണ് പറയുന്നത്. പ്രിൻസിപ്പിൾ നമുക്ക് അറിയാം. ഡയാലിസിസ് എന്ന് പറയുന്ന മെഷീനിൽ ഡയാലിസിസ് എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ നടക്കുന്നത് ഡിഫ്യൂഷൻ, അതുപോലെ അൾട്രാ ഫിൽട്രേഷൻ, അത്തരത്തിലുള്ള ഒരു പ്രിൻസിപ്പിളിന്റെ ബേസിലാണ് അത് നടക്കുന്നത്. സെമി പെർമിയബിൾ ത്രൂ മെംബ്രെയിൻ സോൾവെന്റ് സൊല്യൂട്ട് ട്രാൻസ്പോർട്ട് ആണ് ഡയാലിസിസിൽ നടക്കുന്നത്. അപ്പൊ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് വാട്ടർ സബ്സ്റ്റൻസസിന്റെ പ്രോപ്പർട്ടിയാണ് ഡിഫ്യൂഷൻ. നമ്മൾ പറഞ്ഞതാണ് ഹൈ കോൺസെൻട്രേഷൻ ടു ലോ കോൺസെൻട്രേഷനിലേക്കാണ് ഡിഫ്യൂഷൻ നടക്കുന്നത്. അതിനിടയിൽ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉണ്ടാവും. ആ സെമി പെർമിയബിൾ മെംബ്രെയിനിന്റെ പോഴ്സിലൂടെയാണ് സൊല്യൂട്ട് സോൾവെന്റ് ക്ലിയറൻസ് നടക്കുന്നത്. ആ കാര്യങ്ങളാണ് അതിൽ വരുന്നത്, ബേസിക് പ്രിൻസിപ്പിൾ ആയിട്ട് വരുന്നത്. ഈ സെയിം പ്രൊസീജിയേഴ്സ് തന്നെ അല്ലെങ്കിൽ സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മുടെ കിഡ്നിക്കുള്ളിലും നടക്കുന്നത്. ഇത്തരത്തിൽ കിഡ്നി ഫിൽട്ടർ ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. നമ്മൾ നോക്കുന്നത് ലബോറട്ടറി ഡാറ്റ അനാലിസിസ് ആണ്. അതായത് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേഷ്യന്റിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇടയ്ക്കിടെ ചെയ്യുന്ന കുറച്ച് ലബോറട്ടറി ടെസ്റ്റുകൾ. നമുക്കറിയാവുന്ന തന്നെയാണ് ഇലക്ട്രോലൈറ്റ്സിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോഡിയിലെ സോഡിയം, പൊട്ടാസ്യം, ക്ലോറൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ് എന്നീ ഇലക്ട്രോലൈറ്റ്സിന്റെ അളവ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. ബ്ലഡ്, യൂറിയ, നൈട്രജൻ, ബ്ലഡിലുള്ള യൂറിയയുടെയും നൈട്രജൻ, ക്രിയാറ്റിന്റെ ഒക്കെ അളവ് നോക്കും. ഹീമോഗ്ലോബിന്റെ കണ്ടന്റ് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കും. ബ്ലഡ് കൗണ്ട് കുറയുന്നുണ്ടോ നോക്കും. ഹെമറ്റോക്രിറ്റ്, അതായത് RBCയുടെ അളവ് നമ്മൾ ചെക്ക് ചെയ്യും. അതുപോലെ വൈറ്റ് ബ്ലഡ് സെൽസിന്റെ കൗണ്ട് നോക്കും. റെറ്റിക്കുലോസൈറ്റ്സ്, ഇമ്മച്ചുർ ആയിട്ടുള്ള RBCയുടെ കൗണ്ട് നമ്മൾ ചെക്ക് ചെയ്യും. പ്ലേറ്റ്ലെറ്റ്സിന്റെ അളവ് നോക്കും. നമ്മൾക്ക് അയൺ ബൈൻഡിങ് കപ്പാസിറ്റി ഉണ്ടോ നോക്കും. ബ്ലഡില്
ഫെറിറ്റിൻ, അതായത് അയൺ സ്റ്റോറേജ് ആണ് ഫെറിറ്റിൻ, അയണിന്റെ പ്രസൻസ് ഉണ്ടോ നോക്കും. കാൽഷ്യം, ഫോസ്ഫറസ്, മെഗ്നീഷ്യം, ഇതൊക്കെ എന്താണ് നമ്മുടെ ശരീരത്തിന് വേണ്ടതാണെങ്കിലും ഇത് എക്സസ് ആയിട്ട് ബ്ലഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതെന്താണ് നമ്മുടെ ടിഷ്യൂസിൽ ഡെപ്പോസിറ്റ് ചെയ്ത് പല അഡ്വേഴ്സ് എഫക്റ്റുകളും ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അതെല്ലാം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിന്. പിന്നെ ആൽബുമിനും ടോട്ടൽ പ്രോട്ടീനും ഗ്ലൂക്കോസും ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. കൊളസ്ട്രോൾ ലെവൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പാരാതൈറോയ്ഡ് ഹോർമോൺ നമ്മുടെ ബോൺസിന്റെ സ്ട്രെങ്തിന് അത്യാവശ്യമാണ്. അതിൽ വല്ല ചേഞ്ചസ് വരുന്നുണ്ടോ നമ്മൾ നോക്കുന്നുണ്ട്. അലുമിനിയത്തിന്റെ പ്രസൻസ് നോക്കുന്നുണ്ട്. ഹെപ്പറ്റൈറ്റിസ് കണ്ടീഷൻ ഉണ്ടോ എന്നൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് മെയിൻ ആയിട്ട് ഡയാലിസിസ് പേഷ്യന്റ് റുട്ടീൻ മോണിറ്ററിങ്ങിന് വേണ്ടി ചെയ്യുന്ന ലബോറട്ടറി ഡാറ്റ അനാലിസിസുകൾ.